ഏഞ്ചലിന് എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് കിട്ടിയത്? ഈ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല. സോ ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അഖിൽമാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. എന്താണ് ഈ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, സോറി ഫോർ ഇന്ററപ്ഷൻ. എന്താണ് ഈ അഖിൽമാറ? എനിക്ക് അഖിൽമാറ വലിയ സംഭവം എനിക്ക് തോന്നിയിട്ടില്ല, സീരിയസ്ലി. ഞാൻ ഇപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് he didn't deserve to get that trophy. സീസൺ 5 വിന്നർ അഖിൽമാറ ഡിസേർവ് ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നണില്ല. സീസൺ 5 കയറാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു എന്ന് പറയുന്നവരുണ്ട്. സീസൺ 5 എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സീസൺ. ഞാൻ ബാക്കി സീസൺസിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ പിന്നീട് ഞാൻ 6, 7 ഒക്കെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് 5 വാസ് ബെറ്റർ. ഞാൻ 5 ഉണ്ടായതുകൊണ്ടല്ല. ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എനിക്ക് വേറെ ആരെയൊക്കെ പറ്റി ചോദിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ സംസാരിച്ചിരുന്നു. എനിക്ക് അഖിൽമാറാനെ പറ്റി വലിയ സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി കുറച്ച് റീസൺസ് ഉണ്ടാവാം. ഞാൻ പുള്ളിയായിട്ട് എപ്പോഴും നല്ലൊരു കോണ്ടാക്ട് വെക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ പുള്ളി എന്താണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്കറിയില്ല. ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഈ അടുത്തൊരു ഇഷ്യൂ പറഞ്ഞ സംഭവം. പക്ഷെ പുള്ളിക്കാർക്ക് അതൊരു അറ്റ്ലീസ്റ്റ് ദർ എ ഹ്യൂമൻ ബീയിങ് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കാമായിരുന്നു, ആ റെസ്പെക്ട് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. ആദില നൂറ അവരുടെ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? അവരുടെ ഐ കോണ്ടാക്ട് ഒക്കെ ഭയങ്കര രസമോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ ശരിക്കും എനിക്ക് അതിലൂടെ ക്രഷ് അടിച്ച് ചെറിയ രീതിയിലൊക്കെ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട്. ആളുടെ ഒരു ബോഡി ലാംഗ്വേജ് അതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഓ ഇങ്ങനൊരു പാർട്ട്ണർ എനിക്ക് കിട്ടിയെന്നെങ്കിലോ. പക്ഷെ എനിക്ക് അതിന് യോഗമില്ല. ഇപ്പൊ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഏഞ്ചലിന് എന്തായാലും ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു. അവിടെ എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് കിട്ടിയതെന്ന് പറയാമോ? ഈ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഐ മീൻ ഇത് ഞാൻ ഓൾറെഡി മുന്നേ കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? യു ക്യാൻ സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ ഇഫ് പോസിബിൾ. ഓക്കെ. ഇപ്പൊ ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറില്ല. ഇല്ല. ഇപ്പൊ ഉള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് അങ്ങനെ ഒന്നും അറിയാം. എന്ന് വെച്ചാൽ ഞാൻ ബിഗ് ബോസ് ഇതായിട്ട് കാണാറില്ല, എപ്പിസോഡ്സ് ആയിട്ട് കാണാറില്ല. പക്ഷെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആൽഗോറിതം അനുസരിച്ച് അതില് ബിഗ് ബോസിന്റെ ക്ലിപ്സ് ഒക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യാറുണ്ട്. ആരെങ്കിലും പേഴ്സണലി അറിയുന്നവരുണ്ടോ? പേഴ്സണലി അറിയുന്ന അയ്യോ അതൊന്ന് ചിന്തിച്ചെടുക്കണം. പേഴ്സണലി ആയിട്ട് അറിയുന്ന ആരും ഇപ്രാവശ്യം കണ്ടസ്റ്റന്റ് ആയിട്ടില്ല. കുറച്ചൊക്കെ എനിക്ക് ആൾക്കാരൊക്കെ അതിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട്. ആദില നൂറയുടെ പറ്റിയാണ് കൂടുതൽ ചിന്തിക്കാറ്. ലൈക്ക് മറ്റേ ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഈ അടുത്തൊരു ഇഷ്യൂ പറഞ്ഞ സംഭവം പറഞ്ഞു. അതിനോട് എന്താണ് അഭിപ്രായം? ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ് ഓക്കെ. പക്ഷെ പുള്ളിക്കാർക്ക് അതൊരു അറ്റ്ലീസ്റ്റ് ദർ എ ഹ്യൂമൻ ബീയിങ് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കാമായിരുന്നു, ആ റെസ്പെക്ട് കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളിക്കാരുടെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് ആളുടെ മൈൻഡ് സെറ്റ്. ആളുടെ വീടാണ്, ആര് വേണം കയറ്റണ്ട എന്നുള്ളതൊക്കെ ആളുടെ ഇഷ്ടമാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ദർ എ ഹ്യൂമൻ ബീങ്സ്. ആള് ആരോടും അവരൊന്നും ദ്രോഹം ചെയ്തിട്ടില്ല, പുള്ളിക്കാരോട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള റെസ്പെക്റ്റിലെങ്കിലും സംസാരിക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിനെ കംപ്ലീറ്റ്ലി ജഡ്ജ് ചെയ്യാൻ പറ്റൊന്നുമില്ല. കാരണം പലർക്കും പല മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മൾ എത്രത്തോളം സംസാരിച്ചാലും കാര്യമില്ലല്ലോ. ഇപ്പൊ മേ ബി ചിലപ്പോ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇല്ല പറഞ്ഞ ബാക്കി ചോദിച്ചോ? ഇല്ല പറഞ്ഞു. ഒന്നുമില്ല. ഒരു ചോദ്യം ഇപ്പൊ വരാൻ സാധ്യതയുണ്ട്. ഇല്ല. ഇപ്പോ ആദില നൂറ അവരുടെ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? എനിക്ക് അവരുടെ വീഡിയോ ക്ലിപ്സ് ഒക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ ചെറിയ ഷോർട്സ് ഒക്കെ വരുമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, അതൊക്കെ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അവരുടെ ഐ കോണ്ടാക്ട് ഒക്കെ ഭയങ്കര രസമോ കണ്ടുകൊണ്ടിരിക്കാൻ. ഈവൻ ശരിക്കും എനിക്ക് അതിലൂടെ ക്രഷ് അടിച്ച് ചെറിയ രീതിയിലൊക്കെ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട്. ആളുടെ ഒരു ബോഡി ലാംഗ്വേജ് കൈൻഡ് ഓഫ്. ഐ നോ ഷീ ഈസ് എ വുമൺ. ആസ് പെർ ഞാനൊരു ലെസ്ബിയൻ ഒന്നല്ല, ഐ എം സ്ട്രെയിറ്റ്. ബട്ട് സ്റ്റിൽ ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ കുറച്ച് മാസ്കുലിനിറ്റി ആണ്. ശരിയാ.
അപ്പൊ അതിനോട് കുറച്ച് ക്രഷൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആളുടെ ഐ കോണ്ടാക്ട്. പിന്നെ ആള് മോർ ദാൻ ദാറ്റ് ആള് നൂറയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹം തിരിച്ചായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരു കൊടുക്കുന്ന റെസ്പെക്ട്, ആ കൊടുക്കുന്ന ഒരു അവരെ ദേർ അഡോറിങ് ഈച്ച് അതർ, അതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഓ ഇങ്ങനൊരു പാർട്ട്ണർ എനിക്ക് കിട്ടിയെന്നെങ്കിലും ഒന്ന്, നോട്ട് ആസ് പെർ എ ലെസ്ബിയൻ, മെയിൽ പാർട്ട്ണർ. പക്ഷെ എനിക്ക് അതിന് യോഗമില്ല. മേ ബി ഫ്യൂച്ചറിൽ ഉണ്ടാവാം. പക്ഷെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് വിനീഷ് തിരിച്ചു വരണം എന്നാണ്. പോസിബിലിറ്റീസ് വെരി ലോ. ചേച്ചിക്ക് എന്താ തോന്നുന്നത് എന്തെങ്കിലും ചോദിച്ച സ്ഥിതിക്ക്? ഏത് വിനീഷ് തിരിച്ചു വരും, ഞാൻ അതിലേക്ക് തിരിച്ചെത്തിയതാണ്. സോറി, എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നില്ല? ഇല്ല, ഒട്ടും തോന്നുന്നില്ല. ഓക്കെ, എനിക്കതന്നെയാ പറയാനുള്ളത്. നമുക്ക് ബിഗ് ബോസ് ഇപ്പോൾ ഏഞ്ചലിൻ ഉണ്ടായ സീസൺ എന്ന് പറയുന്നത് മാരാരുടെ സീസൺ ആയിരുന്നു. അഖിൽ മാരാരുടെ ഒരു മാരാരിസം. അഖിൽ മാരാരോടൊപ്പം ആ സീസണിൽ ഇപ്പോൾ ചില കണ്ടസ്റ്റൻസ് പറയും ആ സീസണിൽ സീസൺ 5 കയറാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ഏഞ്ചലിന്റെ അഭിപ്രായം? അധികം ആരും ഗ്രഡ്ജ്, ഇപ്പോഴും ഓൾമോസ്റ്റ് ആൾക്കാർ ഭയങ്കര കമ്പനിയാണ്. പിന്നെ അതിൽ നമ്മള് ആരും പേഴ്സണലി അധികം ഹേർട്ട് ചെയ്തും സംസാരിച്ചിട്ടില്ല. എനിക്കൊക്കെ കിട്ടിയത് നല്ല കുത്തായിരുന്നു. പക്ഷെ ഐ എം ഓക്കെ. സീസൺ 5 എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സീസൺ. ഞാൻ ബാക്കി സീസൺസിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ പിന്നീട് ഞാൻ 6, 7 ഒക്കെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് 5 വാസ് ബെറ്റർ. ഞാൻ 5 ഉണ്ടായതുകൊണ്ടല്ല. പലരും ഓൾമോസ്റ്റ് ആൾക്കാരും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 100 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഐ തിങ്ക് 90% പറയണത് സീസൺ 5 അല്ലെങ്കിൽ സീസൺ 1. സീസൺ 1 എനിക്ക് സീസൺ 1 ആണ് ഇഷ്ടം. അതെ, സീസൺ 1 അല്ലെങ്കിൽ സീസൺ 5 ആണ്. ഒരു 90 പേരും 80 പേര് 90 പേരൊക്കെ അത് പറയാം. സീസൺ 1 എന്ന് പറയുന്ന സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നു എല്ലാവരും തന്നെ. സീസൺ 5 ഒത്തിരി സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഇല്ല എങ്കിലും ഓക്കെ. പക്ഷെ അഖിൽമാരാര് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം അഖിൽമാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു? അയ്യോ, എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ഞാൻ പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്കറിയാം എന്താ ചോദിക്കാൻ വരുന്ന അറിയാം. ഞാൻ പേഴ്സണലി അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഐ എം നോട്ട് എ പേഴ്സൺ ടു ടോക്ക് അബൌട്ട് ദാറ്റ്. പിന്നെ ഓരോരുത്തരോരോന്നും വന്ന് പറയും, അത് അവരുടെ എന്തെങ്കിലും കാഴ്ചപ്പാടായിരിക്കാം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം മേ ബി. പക്ഷെ ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അൺലെസ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എനിക്ക് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇത്ര എനിക്ക് പറയാനുള്ളൂ, അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻസ് ഞാൻ ബിഗ് ബോസ് കയറിയപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഐ എം ഡാം ഷുവർ. അപ്പം എനിക്ക് അതാരം പുള്ളി പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ യോജിക്കില്ല, ഒരിക്കലും യോജിക്കില്ല. ഇപ്പൊ അഖിൽമാരാര് ഇപ്പോ ഇതല്ലാതെ ഇപ്പോ ഏതൊരു വിഷയം ആയിക്കോട്ടെ, അഖിൽമാരാര് പറയുന്ന പല കാര്യങ്ങളും ഇതെന്താണ് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, സോറി ഫോർ ഇന്ററപ്ഷൻ. ഇതെന്താണ് ഈ അഖിൽമാറ? നമ്മളിപ്പോ ബിഗ് ബോസിന്റെ ആ ഒരു ഇതില് എനിക്ക് അഖിൽമാറ വലിയ സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. സീരിയസ്ലി ഞാൻ ഇപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഹി ഡിഡ്ന്റ് ഡിസേർവ് ടു ഗെറ്റ് ദ ട്രോഫി, അല്ലെങ്കിൽ ആളെ വിന്നർ. സീസൺ 5 വിന്നർ അഖിൽമാറ. അയ്യോ തൊണ്ടത്. അഖിൽമാറ ഡിസേർവ് ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നണില്ല. എനിക്ക് ശോഭ ചേച്ചിയൊക്കെയാണ് ഡിസേർവിംഗ് ആയിട്ട് തോന്നിയായിരുന്നത്. ഇപ്പോ അഖിൽമാരാര് ഒരു ഡബിൾ സ്റ്റാൻഡ് ആണോന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോ എന്റെ പേഴ്സണലി മാത്രമല്ല, നമുക്ക് പല കമന്റ്സ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആളുടെ സ്റ്റേറ്റ്മെന്റ് 2 ആണ്. പക്ഷെ ആളുടെ നാക്കിന്റെ ബലത്തിലാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കാനില്ല. കാരണം അല്ലെങ്കിലും ഇപ്പോ നിങ്ങൾ ഒന്നിച്ച് അവിടെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താണ് കൂടുതൽ പേര് സംസാരിക്കുന്നത്. സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തവരുണ്ട്. എങ്കിൽ കൂടി ഇപ്പോൾ വീണ്ടും ഇപ്പം ഈ ഒരു സീസണിലും ഗസ്റ്റായിട്ട് വന്നായിരുന്നു. മാത്രമല്ല അഖിൽമാരാര് ഇപ്പോ ഈ സീസണിൽ വന്നതല്ല, ഗസ്റ്റ് അല്ല, പ്രമോഷന് വേണ്ടി വന്നതായിരുന്നു. ഇപ്പൊ പ്രമോഷന് വേണ്ടി വന്നു. ആ വന്നതിന് ശേഷം ആളുടെ കൂടെ അഭിനയിച്ച ഒരു വ്യക്തി എന്ന പേരിൽ ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനോടൊക്കെ
എന്തോ അങ്ങനെ ഒരു ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ല. ഒന്നാമത് എനിക്ക് വേറെ ആരെയൊക്കെ പറ്റി ചോദിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ സംസാരിച്ചിരുന്നു. എനിക്ക് അഖിൽ മാറാനെ പറ്റി വലിയ സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി കുറച്ച് റീസൺസ് ഉണ്ടാവാം, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ്. വേറെ ഉപദ്രവമൊന്നുമല്ല, പക്ഷെ പല റീസൺസ് കൊണ്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അതെന്റെ പേഴ്സണൽ ഇതാണ്. പിന്നെ ഞാനത് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഓപ്പണായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പുള്ളിയായിട്ട് എപ്പോഴും നല്ലൊരു കോണ്ടാക്ട് വെക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ പുള്ളി എന്താണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്കറിയില്ല. സോ ഗ്രഡ്ജല്ല, താല്പര്യമില്ല, അത്രേ ഉള്ളൂ. വേറെ അതിനെ പറ്റിക്ക് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരും ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ ഒരു ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. പുള്ളി ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് എന്നല്ല, ഇപ്പോഴത്തെ ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ്. അപ്പോൾ ആളെ കുറിച്ചും ആളുടെ ഐഡന്റിറ്റി എന്താണെന്ന് ഇതുവരെയായിട്ടും റിവീൽ ചെയ്തിട്ടില്ല എന്നാളുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മുൻപുണ്ടായിരുന്ന റിയാസ് ഇപ്പോൾ ഇതിൽ ഗസ്റ്റായിട്ട് വന്നായിരുന്നു, ഈ സീസണിൽ ഗസ്റ്റായിട്ട് വന്നു. അപ്പം അതിനുശേഷം ഷാനവാസും റിയാസും തമ്മിൽ ചെറിയൊരു അടിയുണ്ടായി. അപ്പം അതിൽ എടാ വാടാ പോടാന്നുള്ളൊരു സംസാരം. അപ്പം ഈ ഒരു ഇതിനെക്കുറിച്ച് അഖിൽമാരാർ പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെ വിളിക്കരുതായിരുന്നു, എടാ പോടാ വാടാ, അത് ആണുങ്ങളെ വിളിക്കണം എന്നുള്ളത്. റിയാസിന് ആ ഒരു രീതിയിൽ. അതേ സമയത്ത് ഈ പറയുന്ന അഖിൽമാരാർ തന്നെ നാദിറയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഡബിൾ സ്റ്റാൻഡ്. അപ്പൊ നിങ്ങൾ അവിടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു? പുള്ളി ഡബിൾ സ്റ്റാൻഡ് ആയതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് കൂടുതൽ പറയാനില്ല. എനിക്ക് ആ ഒരു ടോപ്പിക്കിനോട് സംസാരിക്കാൻ പേഴ്സണലി താല്പര്യമില്ല. ഓക്കെ, കേട്ടോ. ഈ സീസണിൽ ആരെങ്കിലും ഫേവറേറ്റ് ആയിട്ടുണ്ടോ? ആദില നൂറ. വേറെ പിന്നെ നമ്മുടെ തൃശ്ശൂർക്കാരനാണ് അനീഷ്. അനീഷേനെ പറ്റി പറയാനാ വന്നേ. അനീഷേട്ടൻ, പിന്നെ നെവിൻ ചേട്ടൻ, അങ്ങനെ ആരും ഫേവറേറ്റ് അല്ലാത്തതൊക്കെ ഫ്യൂ പീപ്പിൾ. എനിക്ക് അത് ഞാൻ പറയൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ഒരു സീസൺ ഇപ്പോ എന്തായാലും ഏഞ്ചലിന് ഇപ്പോ ഒരു ലൈവ് വന്നതും ഒരു വീഡിയോ ഇട്ടതും ഒക്കെ ചെറുതായിട്ടെങ്കിലും ചെറിയ സദാചാരം കാര്യങ്ങളൊക്കെ ഉള്ളവര് പറഞ്ഞുണ്ടാക്കിയ ചില കാരണങ്ങൾ കൊണ്ടല്ലേ മറ്റുള്ളവർ ഏഞ്ചലിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു, അല്ലെങ്കിൽ കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായി. ഇതിൻ്റെയൊക്കെ പുറത്തല്ലേ ഇങ്ങനെ ഒരു ലൈവ് വന്നത്. ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 സദാചാരമാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതിനോട് എന്താ തോന്നിയത്? അത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഞാനതിനോട് യോജിക്കില്ല. ഞാൻ എല്ലാവരും മനുഷ്യരെ കാണാൻ വെച്ചിട്ട്, എനിക്ക് മതം, ജാതി, ജെൻഡർ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഐ മീൻ ഒരു പരിധി വരെയൊക്കെ നമുക്കതൊന്ന് ജീവിച്ചു പോകണമെങ്കിൽ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഞാൻ ലേഡീസിന് ഡ്രസ് ചേഞ്ചിങ് റൂമിൽ ഞാൻ ജെൻസിന് ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ട് എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. അതല്ലാതെ ഇന്നാള് അതൊരാണായതുകൊണ്ട് അത് ശരിയാവില്ല, പറ്റില്ല, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഓക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മള് അയ്യോ അങ്ങനെ എന്താ പറയപ്പോ ഒരു പരിധി വരെ നമ്മൾക്ക് അത് ഉണ്ടാവണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അറ്റ് എൻഡ് ഓഫ് ദ ഡേ എവരിവൺ ഇസ് എ ഹ്യൂമൻ ബീങ്. ഞാൻ ഹ്യൂമൻ ബീങ് മാത്രമല്ല, ലിവിങ് ബീങ്സിന് കൂടി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒന്നിനെ ഹേട്രഡ് വെക്കുന്ന ഒരാളല്ല, എല്ലാത്തിനോടും റെസ്പെക്ട് ചെയ്യുന്ന. ഈവൻ ഐ എം എ വെജിറ്റേറിയൻ ടു. അപ്പോ എനിക്ക് അങ്ങനെ ഒന്നിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു 7 സീസൺ വന്നിട്ട് ഒരു സീസണിലും ഇല്ലാത്ത രീതിയിലുള്ള സദാചാര വാക്കുകൾ, വർത്താനങ്ങൾ, സംഭവങ്ങളൊക്കെയാണ് ഈ സീസണിൽ നടക്കുന്നത്. ജിസേൽ ആര്യൻ ഇഷ്യൂ, റെന ആര്യൻ ഇഷ്യൂ, ഇപ്പോൾ ഷാനവാസ് നവീൻ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. ഇപ്പം നിങ്ങളുടെ സീസണിൽ അങ്ങനെ എന്തെങ്കിലും സംതിങ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ സീസൺ 5 അധികം കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാൽ. കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതുപോലെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഒരുവിധം എല്ലാവരും ഒത്തൊരുമോട് കൂടി പോയതാ. ഈവൻ ഞങ്ങളുടെ ഒരു ഫിനാലയുടെ സമയത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ വരെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബാക്കി സീസണിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു.
എനിക്കറിയില്ല കറക്റ്റ്, എനിക്കറിയില്ല. ബട്ട് എല്ലാവരും ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സ്നേഹത്തിലൊക്കെ പോകുന്നവരാണ്. ചിലവർക്ക് മാത്രം ചെറിയ ഗ്രഡ്ജൊക്കെ വെക്കുന്നവരുണ്ട്. ഈവൻ എനിക്കുണ്ട് ഗ്രഡ്ജ് ഉള്ളവരുണ്ട് കേട്ടോ. ഉണ്ട് ഇപ്പോഴും. ഞാനത് സോൾവ് ആവാൻ നോക്കിയാലും അത് ഓക്കെ ആവണില്ല. എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം, നിങ്ങളിപ്പോ ആ ഒരു വീട്ടിനകത്ത് ചെന്നു, ഇപ്പൊ നമ്മൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒന്നും അറിയില്ല. ആക്ച്വലി അവിടെ എന്തായിരിക്കും നിങ്ങൾക്ക് അവിടെ കയറി കഴിയുമ്പോൾ ഉള്ള ഒരു ഫീല്? അയ്യോ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ നേരത്തെ വേറൊരു യൂണിവേഴ്സിൽ കയറിയ പോലെയായിരുന്നു എനിക്ക്. മറ്റാൾക്കാർക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. പലർക്കും പല ഇതാണല്ലോ. എനിക്ക് വേറെ ഏതൊരു സ്പേസിൽ പോയി എന്തോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഏതോ ഒരു യൂണിവേഴ്സ്. ഞാൻ ഇവിടെയൊന്നും അല്ലായിരുന്നു, ഞാൻ റിയാലിറ്റിയിലല്ലായിരുന്നു. ഞാൻ റിയാലിറ്റി ഒക്കെ വിട്ട് പോയി. അവിടെ സന്തോഷമാണോ തോന്നിയത് അതോ? ഫസ്റ്റ് ഞാൻ സ്ട്രഗിൾ ചെയ്തു ശരിക്കും. കാരണം എന്തോ അറിയാത്തൊരു എൻവയോൺമെന്റ്, ഏതോ ഒരു സ്ഥലം, എനിക്ക് ഒന്നും മനസ്സിലാവണില്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ടോട്ടലി OCD ഒക്കെ ഭയങ്കര ഹൈ ആയി പോയി. അതൊക്കെ കണ്ടുണ്ടാവുമല്ലോ. പിന്നെ തൊട്ട് ഞാൻ എൻ്റെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഏഞ്ചലിന് ഇനിയിപ്പം ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോയില് ഹൗസിൽ വന്നിരിക്കുകയാണ്, ഇതാണ് സ്ഥലം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മൈൻഡ് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഇത് കണ്ടസ്റ്റൻസ് ആണ്, ഇത് ഇന്ന ആളാണ്, ഓക്കെ. പിന്നെ ആ വീടിനോട് സെറ്റായി. അപ്പോഴാണ് എന്നെ ഔട്ടാക്കിയത്. സെറ്റായ സമയത്ത് ഔട്ടാക്കി. പിന്നെ അതുപോലെ ഇപ്പോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഈ സീസണിലെ ഒരു കണ്ടസ്റ്റന്റ് ആയാൽ കൂടി അങ്ങനെ 1-2 പേര് മുൻപത്തെ സീസണിൽ ഉണ്ടായിരുന്നവരും പലരീന്നുമായിട്ട് ആ ബിഗ് ബോസ് ഹൗസിൽ ഒരു നെഗറ്റീവ് ഫീലാണ്. അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇത് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഏഞ്ചലിന് തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവായിട്ടല്ല, ഉറക്കം ശരിയാവാത്തോണ്ടാ. ഇപ്പോ ആസ്ട്രോളജിയിലൊക്കെ റിസർച്ച് ചെയ്യാൻ നോക്കി എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചാൽ അത്തരത്തിൽ എന്തെങ്കിലും അവിടെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? അവിടെ എനിക്ക് അങ്ങനെ നോക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ലല്ലോ. ഒന്ന് ആസ്ട്രോളജി എന്ന് പറയുന്നത് ആ ഹൗസിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയുന്നതല്ല ആസ്ട്രോളജി. അത് ഫെങ്ഷുയി, വാസ്തു. ആ ഹൗസിനകത്ത് നെഗറ്റീവ് ഉണ്ടോന്ന് പറയുന്നത് അത് പിന്നെ കവടി നിർത്തിയൊക്കെ നോക്കണം. ഉണ്ടെന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ചെകഞ്ഞ് നോക്കണം. ഞാനതിന് നിന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചതാ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അവിടെ മെയിൻ പ്രശ്നം സൈക്കോളജി വെച്ച് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സൈക്കോളജി കണക്ട് ചെയ്യാൻ ഞാൻ നിന്നിട്ടുള്ളൂ. ഉറക്കം ശരിയല്ല. ഉറക്കം ശരിയല്ലാതെ ആവുമ്പോ തന്നെ അതന്നെ ധാരാളം മടിയുണ്ടാവാൻ. ഇപ്പൊ നാളെ ചേച്ചിയോട് ഞാൻ ചോദിക്കുകയാണ്, ഉറക്കൊക്കെ ശരിയാവാണ്ട് ഞാൻ ചേച്ചിയോട് ചോദിക്കുക, അതെ ചായ വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചേച്ചിനോട് പറയണം എന്നാ ചായ എടുത്തോ, ഓക്കെ. അല്ല, ഉറക്കം ശരിയായിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാ. മറിച്ച് ഉറക്കം ശരിയായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചായ കുടിച്ചാ ഞാൻ കുടിച്ച് ഇറങ്ങില്ലേ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഒക്കെ തുടങ്ങുന്നത്. ഞാൻ കുറെയൊക്കെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനല്ല ഓപ്പൺ ആയിരുന്നു, സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്തിട്ടില്ല. എന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ PR വർക്ക് കൊടുത്തായിരുന്നു. ഒരു മനുഷ്യന് ഞാൻ PR വർക്ക് കൊടുത്തിട്ടില്ല. എനിക്ക് ആരാണോ ഓർഗാനിക് ആയി അല്ലെങ്കിൽ പ്യുവർ ആയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അവരെന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. എനിക്ക് തോന്നിയിട്ടുണ്ട് PR വർക്ക് കൊടുക്കായിരുന്നു എന്നൊക്കെ ഇപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുറച്ച് നാളെങ്കിലും PR കൊണ്ട് പിടിച്ചു നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ല അത് മാത്രം. കഴിഞ്ഞ സീസണിലെ വിന്നറെ കുറിച്ച് എന്താ? ജിൻഡോ ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ എന്ത് അഭിപ്രായം പറയും. ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റി ആണ്. പിന്നെ എന്താ പറയാ, 7 സീസൺ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ വിന്നർ ആയിട്ടില്ല. ഈ ഒരു 6 സീസണിലും ഒട്ടും ഡിസേർവിങ് അല്ലാത്തൊരു വിന്നറാണ് ജിൻഡോ എന്നൊരു പരക്കിയൊരു അഭിപ്രായമുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ആ സീസൺ കണ്ടിട്ടില്ല ഒന്നാമതേ. പിന്നെ ജിൻഡോ എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. എൻ്റെ ഫ്രണ്ടാണ്. അതെ, അപ്പൊ അതുകൊണ്ട് എനിക്കങ്ങനെ പറയാനൊന്നും തോന്നണില്ല. ഡിസേർവിങ് അല്ല എന്ന് പറയാൻ, ഇപ്പൊ അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ എന്റെ സീസണിൽ അഖിൽമാറ ഡിസേർവിങ് അല്ല. അപ്പൊ പിന്നെ അത് പറഞ്ഞത് എനിക്ക് ആള് ഡിസേർവിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് മുമ്പിൽ എത്തിയപ്പോ എനിക്ക് ഫീൽ ചെയ്ത് പുള്ളിക്കാരന് മിക്കവാറും ഇതായിരിക്കും. പക്ഷെ ഐ ഡോണ്ട് ഡിസേർവ് ദാറ്റ്. ശോഭേച്ചിക്ക് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കാറ് ശരിക്കും.
അങ്ങനെയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സീസണിൽ വിന്നർ ആവും അല്ലെങ്കിൽ വിന്നർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പറഞ്ഞത് അങ്ങ് ഞാൻ കാണാറില്ലാത്തോണ്ട് എനിക്ക് ഇല്ല, അറിയില്ല. കംപ്ലീറ്റ്ലി കാണാറില്ലല്ലോ. ഈച്ച് ആൻഡ് എവറി പോയിന്റ് നോട്ടീസ് ചെയ്തിട്ട് വേണ്ട നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഏഞ്ചലിനുണ്ടായ മാറ്റങ്ങൾ, ലൈഫിൽ എന്താ ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്? കുറെയൊക്കെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ആൾക്കാർ അറിയും, ഒരു സെലിബ്രിറ്റി ഇമേജ് പോലെ നമുക്ക് വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയാ, ഇപ്പൊ ഈവൺ ഒരു പ്രൊജക്റ്റിന് ഒരാളെ വിളിച്ചാൽ പോലും നമുക്ക് നമ്മളൊരു ഐഡന്റിറ്റി ആയി. അങ്ങനെ കുറെ പ്ലസ് പോയിന്റ്സ് ഒക്കെ ഉള്ളൂ, നെഗറ്റീവായിട്ടൊന്നും ഇല്ല. പിന്നെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ പബ്ലിക് ഫിഗർ നെഗറ്റീവ് ഫേസ് ചെയ്യുന്നത് പ്രൈവസി ഇല്ലാത്തൊരു പ്രശ്നമാണ്. നമ്മൾ ട്രാവൽ ചെയ്യണ, ഞാൻ ബസ്സിലൊക്കെ പോവാറുണ്ട്. അപ്പൊ ഞാൻ ബിഗ് ബോസുകൾ കുറച്ചല്ല, പിന്നെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുക. എനിക്കാണെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ബസ്സിലോ അല്ലെങ്കിൽ ബസ്സിലോ എങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചില്ലായിട്ടിരിക്കണം. ആ സമയത്ത് ആരെല്ലാം വന്നിട്ട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ സംസാരിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ പിന്നെ നാളെ പോയി പറയും, ആ കുട്ടിക്ക് ഭയങ്കര അഹങ്കാരി എന്നൊക്കെ പറയും. എന്തിനാണ് കേൾക്കേണ്ട കാര്യമല്ലേ? ഞാൻ പിന്നെ ചേട്ടാ പറയും, ചേട്ടാ ഒരു മിനിറ്റ്, ഒരു കോളുണ്ട് ചേട്ടാ, ഒറ്റ മിനിറ്റ് ഇട്ടാ, ഒരു കാര്യമുണ്ട്, എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയും ഒഴിഞ്ഞു മാറും. അധികം സംസാരിക്കാൻ നിൽക്കില്ല. ഇപ്പോഴും തിരിച്ചറിയുന്നുണ്ടോ ആളുകള്? പിന്നെ തിരിച്ചറിയാതെ അന്നത്തെ അത്രയും തിരിച്ചറിയുന്നില്ല, കാരണം ആ സമയത്ത് ലൈവായിട്ട് നിൽക്കാണല്ലോ. ഇപ്പൊ ചിലർ ചോദിക്കും ആ ഒരു ശരിക്കും സീസൺ 5 തുടങ്ങിയാണ് ഈ ഒരു ബിഗ് ബോസിൽ വന്നവര് അവരെ ഇത്രയും ഫെയിമായി കാണിക്കാനും അവരുടെ ഇന്റർവ്യൂസ്, ഒരു വീഡിയോസ് സോഷ്യൽ മീഡിയയിലായാലും കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. അതിനു മുൻപുള്ള സീസണിലൊന്നും ഇത്രയും കൂടുതലായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഏഞ്ചലിന് അത് വേണ്ട വിധത്തിൽ യൂസ് ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസിലൊക്കെ ആയിട്ട്, കുറച്ച് ഫാമിലി ഇഷ്യൂസും കേട്ട്, പപ്പ മമ്മയുടെ സെപ്പറേഷൻ കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റിയിരുന്നില്ല. അന്ന് ലൈം ലൈറ്റിൽ എനിക്ക് അന്ന് യൂട്യൂബ് ചാനൽ എന്തെങ്കിലും തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സെറ്റായി വന്നതാണ്. അത്യാവശ്യം എല്ലാവരും അത് മാക്സിമം യൂസ് ചെയ്തു. ഞാൻ മാത്രമായിരുന്നു തോന്നുന്നു. സീസൺ 4 ഒന്നും അത്ര ഇതായില്ല. സീസൺ 5 ഒക്കെ നന്നായിട്ട്, സീസൺ 5 തുടങ്ങിയാണ് അത്യാവശ്യം എല്ലാവരും ഇപ്പോഴും ലൈവില് നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയത്. സീരിയൽ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്ത പിന്നെയാണ് ഞാൻ കുറച്ച് ആക്റ്റീവായി തുടങ്ങിയത്. ഒന്ന് നമുക്ക് അങ്ങനെ ആക്റ്റീവായി നിൽക്കണമെങ്കിൽ നമ്മുടെ മൈൻഡും കൂടി ഓക്കെ ആയിരിക്കണം. മനസ്സ് ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സില്ലെങ്കിൽ കാര്യമില്ല. നമുക്ക് എന്തായാലും ഇനിയിപ്പോ ബിഗ് ബോസ് സീസൺ 7 ആര് കപ്പടിക്കും എന്താന്നൊക്കെ ഇനി എന്തായാലും നോക്കിക്കാണാം. എന്തായാലും ഇത്രയും സമയം തന്നതിന് താങ്ക് യു. അത്രയും പറയാനുള്ളൂ. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഡിസർവിങ് ഒരാൾക്ക് കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. സീസൺ 7 കപ്പ് ഡിസർവിങ് ആയ ഒരാൾക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇപ്പോ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൂടെ ഇപ്പോ സൂര്യ ടിവിയിൽ പെയ്തൊഴിയാതെ എന്നുള്ള സീരിയലില് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, ഗസ്റ്റ് റോളാണ്. ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വർക്ക് കിട്ടും എന്തായാലും. ഇത് നല്ലൊരു പ്രൊജക്റ്റാണ്. സോ ഇതിൽ നിന്ന് തന്നെ എനിക്കൊരു നല്ലൊരു പ്രൊഫൈലായിട്ടുണ്ട്. ഓൾറെഡി ബിഗ് ബോസിൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ട്. നന്നായിട്ട് ഇത് നല്ലൊരു പ്രൊഫൈലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. സ്റ്റിൽ ട്രൈങ്. ഫിലിം എന്തെങ്കിലും പറയാറായിട്ടില്ല. അതിന് ഫിലിം ചെയ്തിട്ടുണ്ട്, പറഞ്ഞ രൂപി എന്ന് പറഞ്ഞിട്ട്. അഭിലാഷ് വാര്യർ സാർ ഡയറക്റ്റ് ചെയ്തതാണ്. ഗോപി സുന്ദർ എൻ്റെ മ്യൂസിക് ചെയ്യണ. അപ്പോൾ അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. പ്രൊജക്റ്റ് ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഐ ഹോപ്പ് നന്നായി എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്ന റിലീസ് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അടുത്തത് ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും കിട്ടട്ടെ. ഐ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്ര നേരം എനിക്ക് വേണ്ടി എന്നെ എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും ഇത്ര നേരം ക്ഷമിച്ചിരുന്ന് ഞാൻ പറയുന്നത് മുഴുവൻ
ഗ്രാസ്പ് ചെയ്തതിനും വല്ലതും മനസ്സിലായെന്ന് എനിക്കറിയില്ല ചേട്ടാ. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഞാൻ ഒരു ലാസ്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കാണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലായോ? മനസ്സിലായി. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇല്ല, ഒന്നും മനസ്സിലാവാത്തതില്ല. താങ്ക് യു സോ മച്ച്.